ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കൊച്ചോളം എഡ്യൂക്കേഷന്റെ പുതിയ ഒരു വീഡിയോ സ്വാഗതം. അപ്പൊ ഈ വീഡിയോ കാണുന്നവരിൽ ഒരുപാട് പേര് വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുന്നവരായിരിക്കാം, കുറെ പേര് വളരെയധികം ടെൻഷനോടെ ഇരിക്കുന്നവരായിരിക്കാം. അപ്പൊ എന്തായാലും നിങ്ങൾ ഒരുപാട് നാളായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് OA എക്സാം എഴുതിയ മെയിൻസ് എക്സാം എഴുതിയവരാണ് ഈ വീഡിയോ കാണുന്നത്, എനിക്കറിയാം. അതിന്റെ കട്ട് ഓഫ് കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ മീൻസ് എക്സ്പെക്ടഡ് ആയിട്ടുള്ള കട്ട് ഓഫും കാര്യങ്ങളും അതുപോലെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്കറിയാം, ഒരു 10th ലെവൽ മെയിൻസ് എക്സാം 2021 മുതലാണ് PSC രംഗത്ത് ചെറിയ മാറ്റങ്ങൾ വന്നത്. മെയിൻസ് എക്സാമുകൾ പ്രിലിംസ് മെയിൻസ് സിസ്റ്റം വന്നത് 2021 തൊട്ടാണ്. അപ്പൊ ആ സമയത്ത് ഉണ്ടായിരുന്ന എക്സാം പാറ്റേണുകൾ മീൻസ് ആ സമയത്ത് ഇറങ്ങിയ LDCയുടെ മെയിൻസ് അടക്കം നല്ല വലിയൊരു വിഷമത്തിലൂടെയാണ്, ഭയങ്കര ട്വിസ്റ്റ് ആയ ടേൺ ആയ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു മെയിൻസിൽ ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നെ അങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ആ 10th മെയിൻസ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി PSC പഠിക്കുന്ന ഒരുപാട് ആൾക്കാർ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ അതിന്റെ ഒരു ബേസിലാണ് നമ്മൾ ഇന്നത്തെ എക്സാം എഴുതി മീൻസ് അതിന്റെ ആ ഒരു അത്രയും എക്സ്പീരിയൻസ്, ഇത്രയും 10th മെയിൻസ് കഴിഞ്ഞതിന്റെ എക്സ്പീരിയൻസിലൂടെയാണ് നമ്മൾ ആൾക്കാരൊക്കെ എക്സാം എഴുതാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ബേസിക്കലി ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് കമ്പയറിംഗ് ടു മുമ്പ് ഉണ്ടായിരുന്ന 10th ലെവൽ എക്സാംസ്, 10th ലെവൽ മെയിൻസ് എക്സാമിനേക്കാൾ കുറച്ച് ഈസി ആയിരുന്നു എന്നാണ് പേഴ്സണലി തോന്നിയതും. അതുപോലെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോഴും നമ്മുടെ ഫ്രണ്ട്സിനോട് എക്സാം എഴുതിയ കുട്ടികളോട് ചോദിച്ചപ്പോഴും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. കാരണം ഒരുപാട് ഡയറക്റ്റ് ആയിട്ടുള്ള SCERT ക്വസ്റ്റ്യൻസ് നമ്മൾ എപ്പോഴും പറയുന്നതാണ്. എന്ത് ടെക്സ്റ്റ് ബുക്ക് SLC നമ്മുടെ 10th മെയിൻസിന് അടക്കം പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് 10th ലെവൽ എക്സാംസിന് പഠിക്കുമ്പോൾ 5 മുതൽ 10ാം ക്ലാസ് വരെയുള്ള പഴയ പുതിയ SCERT കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം എന്ന രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. SCERTയുടെ ക്ലാസ്സുകൾ, പുതിയ SCERTയുടെ ക്ലാസ്സുകൾ MCQ രൂപത്തിൽ നമ്മൾ ഈ ചാനലിലടക്കം നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പൊ മീൻസ് അത് മനസ്സിലാക്കിയിട്ടുള്ള ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് നമ്മൾ വിചാരിക്കുന്നു. നിങ്ങൾ കാണുന്നതാണ് ക്വസ്റ്റ്യൻ പേപ്പർ. ആൻസേഴ്സ് ഒന്നും ഞാൻ പറയുന്നില്ല, ഓൾറെഡി നിങ്ങൾ ആൻസേഴ്സ് ഒക്കെ മുമ്പോട്ട് പോയതാണ്. ഇപ്പൊ ഇത്തരം ടേബിളുകളൊക്കെ, ഈ ടേബിൾ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഈ ഇപ്പൊ തന്നിരിക്കുന്ന ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളും നേതൃത്വം നൽകിയ ഒരു ഈ ടേബിൾ ആയിക്കോട്ടെ, ഇതൊക്കെ എവിടെയാണ് നമ്മുടെ SCERT അതുപോലെ കൊടുത്തിട്ടുള്ള ടേബിളുകളാണ്. അതുകൊണ്ട് ഒരുപാട് ടേബിളുകൾ SCERT നിന്ന് തന്നെ വന്നു, പ്രത്യേകിച്ച് പുതിയ SCERT നിന്ന് വന്നു. പഴയതും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഏകദേശം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരു 33-37 ക്വസ്റ്റ്യൻസ്, ആ റേഞ്ച് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ SCERT വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ SCERT കഴിഞ്ഞ ദിവസം നടന്ന നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയിൽ നിന്നും വന്നിരിക്കുന്ന അതേ ചാപ്റ്റേഴ്സ് നിന്നാണ് ഇത്തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പൊ കഴിഞ്ഞ തവണത്തെ ആ ഒരു എക്സാം അനലൈസ് ചെയ്ത് ഏതൊക്കെ SCERT പാഠങ്ങളാണ് ക്വസ്റ്റ്യൻസ് വന്നത് എന്ന് നോക്കിയവർക്ക് വളരെ എഫക്റ്റീവ് ആയിട്ട് ഇന്നത്തെ പരീക്ഷ എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, എഴുതാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ എല്ലാവരും പഠിക്കുന്ന കൂടുതൽ പഠിക്കുക എന്ന് മാത്രമല്ല, പക്ഷെ അതിന്റെ അത്തരം ചെറിയ പൊടിക്കൈകൾ കൂടി ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റാങ്കിലേക്ക് മീൻസ് കുറച്ച് ഫ്രണ്ടിലേക്ക് ജോലി കിട്ടുന്ന റാങ്കിലേക്ക് മാറുന്ന കാര്യം എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും മനസ്സിലാക്കുക. ഓക്കെ, അത് ബാക്കി എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, 10th പാസ്സായിട്ടുള്ള ഒരുപാട് പേര് എക്സാം എഴുതുന്നുണ്ട്. പക്ഷെ ഇവരെക്കാളൊക്കെ നമുക്കൊരു സ്റ്റെപ്പ് അഹെഡ് നമുക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യണം. അപ്പൊ ഒരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ, ഇപ്പൊ ദേശീയ ജലപാതയൊക്കെ PSC എപ്പോഴും ചോദിക്കുന്നതാണ്. അവാർഡ്സ് PSC എപ്പോഴും ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ പഞ്ചവത്സര പദ്ധതി ആയിക്കോട്ടെ, നമ്മുടെ കഴിഞ്ഞ സിവിൽ എക്സൈസ് ഓഫീസർ ചോദിച്ച നീതി ആയോഗിന്റെ ക്വസ്റ്റ്യൻസ്, അങ്ങനെ 2-3 ടോപ്പിക്കുകൾ തീർച്ചയായിട്ടും അതേപോലെ തന്നെ ഇവിടെയും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്ലാനിംഗ് കമ്മീഷനും ഒക്കെ നമ്മൾ ഓൾറെഡി വരുന്ന ഹോട്ടൽ വ്യവസായം ഏത് മേഖലയാണ് എന്നവർക്ക് വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട്, മെയിൻസ് എക്സാംസിന് വേണ്ടിയിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ട് പോയിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും എളുപ്പത്തിൽ വളരെ വലിയ വിഷമമില്ലാത്ത രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റുന്നതാണ് എന്നതിൽ ഒരു സംശയമില്ല. പിന്നെ കമ്മീഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ പോക്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനിൽ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടെന്ന് കുറച്ച് കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ കമ്മീഷനുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസിൽ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഫൈനൽ ആൻസർക്ക് വരുമ്പോഴാണ് PSC എന്താണ് എടുക്കുക എന്നുള്ളതായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറുടെ എക്സാമിൽ നമ്മുടെ അറിയുന്ന ഒരു ആൻസർ നമുക്ക് എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, PSC തെറ്റായിട്ട് കൊടുത്ത് നമ്മൾ ചലഞ്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇതിലും എന്തെങ്കിലും ഒക്കെ മാറ്റം വരുമോ എന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പറയേണ്ട കാര്യമാണ് നമ്മുടെ ഇംഗ്ലീഷ്, മലയാളം, മാത്സ്. അപ്പൊ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മലയാളം ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്ത് പഠിക്കുന്ന അതേ സാധനം തന്നെയാണ് നിങ്ങളോട് ഇത്തവണത്തെ എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. മലയാളത്തിന്റെ കേസിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന സമാനപദം, വിപരീതം, അതുപോലെ തന്നെ ചേർത്തെഴുതാൻ, പിരിച്ചെഴുതാൻ, വാക്യശുദ്ധി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ അർത്ഥങ്ങൾ ഏതാണ് ശരിയായിട്ടുള്ള അർത്ഥങ്ങളും ശരിയായിട്ടുള്ള പദങ്ങൾ ഏതൊക്കെയാണ് തുടങ്ങിയ നമ്മൾ ബേസിക് ആയിട്ട് ഇത് വരും എന്ന രീതിയിൽ പഠിക്കുന്ന ക്വസ്റ്റ്യൻസ് മാത്രം തന്നെയാണ് ഇത് മലയാളത്തിൽ ചോദിച്ചിട്ടുള്ളത്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചവർക്ക് ഒരു 6-7 മാർക്ക് എവിടെ സ്കോർ ചെയ്യാൻ പറ്റും, മലയാളത്തിൽ സ്കോർ ചെയ്യാൻ പറ്റും. എങ്ങനെയായാലും ഒരു 6 മാർക്ക് മലയാളത്തിൽ നന്നായിട്ട്
ചെയ്തവർക്ക്, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തവർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇംഗ്ലീഷിന് വലിയ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. ആ ഒരു ചിലപ്പോൾ നിങ്ങൾ ചോദിച്ച അരോണിമോ സിനോണിംസ് ഒക്കെ ചിലപ്പോൾ ഡൗട്ട്ഫുൾ ആയെങ്കിൽ മാത്രമേ ഉള്ളൂ. ബാക്കി നമ്മുടെ ഇംഗ്ലീഷ് ഗ്രാമർ മാത്രം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള ഗ്രാമർ പാർട്ട് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ബൊക്കെയൊക്കെ നമ്മൾ സ്ഥിരം ചോദിക്കുന്നതാണ്. മലയാളമാണെങ്കിൽ മലയാളം ഒരുപാട് കുട്ടികൾ പറഞ്ഞത് ആ ഒരു മലയാളം ടേം കുറച്ച് ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല എന്നാണ്. അതിൽ ചിലപ്പോൾ 74ാമത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ അവിടെ ക്യാൻസൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില കുട്ടികൾ ഈ മലയാളം വായിക്കുമ്പോൾ പദം വായിച്ചതിൽ മനസ്സിലായിട്ടില്ല എന്ന രീതിയിലൊക്കെ പറഞ്ഞു. വൃത്തസ്തൂപിക എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അവർ മലയാളം മനസ്സിലാക്കിയിട്ടുണ്ട്. അത്തരം ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എങ്കിലും മലയാളം ഈസി ആയിട്ട് ഒരു 6-7 മാർക്ക് മലയാളത്തിൽ സ്കോർ ചെയ്യാൻ പറ്റും ഈ ഒരു എക്സാം നോക്കുകയാണെങ്കിൽ. അപ്പൊ നമുക്കറിയാം ഈ ഒരു പരീക്ഷ എന്ന് പറഞ്ഞാൽ 70 മാർക്ക് ഇതാണ് GK പാർട്ടാണ്, 30 മാർക്കാണ് ഇത് വരുന്നത് ഇംഗ്ലീഷും മലയാളം മാത്സ് വരുന്നത്. എങ്ങനെയാണ് 2 പാർട്ടിൽ 70-30 ആണ്. അപ്പൊ 70 തന്നെ എന്താണ് നമുക്ക് എനിക്കിപ്പോ നോക്കി മനസ്സിലാക്കാൻ സാധിച്ചത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു 50 മാർക്ക് അല്ലെങ്കിൽ ഒരു 45 മാർക്ക് 45 to 50 മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ഈ ഒരു GK പാർട്ടിൽ സ്കോർ ചെയ്തിരിക്കണം. ഓക്കെ, നിങ്ങൾക്ക് ഒരു ഹോപ്പ് വേണമെങ്കിൽ 45 to 50 മാർക്ക് എന്ത് ചെയ്തിരിക്കണം നിങ്ങൾ GK പാർട്ട് സ്കോർ ചെയ്യുക. അത് എന്തിനാണ് അങ്ങനെ പറഞ്ഞു വെച്ചാൽ ഇതൊരു സ്റ്റേറ്റ് ലിസ്റ്റ് ആണ്. നിങ്ങൾക്കറിയാം ഈ സെക്രട്ടേറിയറ്റ് OA എന്നത് ജില്ലാ ലിസ്റ്റ് അല്ല, അതൊരു സ്റ്റേറ്റ് ലിസ്റ്റ് ആണ്. ആ സ്റ്റേറ്റ് ലിസ്റ്റിൽ കഴിഞ്ഞ വർഷം നമുക്കറിയാം എല്ലാ കുട്ടികൾക്കും 1 വർഷം 1.5 വർഷം ആകുമ്പോഴേക്കും എല്ലാ കുട്ടികൾക്കും ജോലി നൽകിയ ലിസ്റ്റാണ്. അതുകൊണ്ടാണ് ഈ ലിസ്റ്റിന് ഇത്രയും ഒരു പ്രാധാന്യം ലഭിച്ചത്. അപ്പോൾ ഒരുപാട് പേർക്ക് സർക്കാർ സർവീസിലേക്ക് കയറണം എന്നൊരു ആഗ്രഹത്തോടെ പഠിച്ചാൽ കയറാൻ പറ്റുന്ന ഒരു ലിസ്റ്റിൽ എല്ലാവർക്കും ജോലി കൊടുക്കുന്ന അപൂർവ ലിസ്റ്റുകളിൽ ഒന്നാണ് ഇത് സെക്രട്ടറി OA ലിസ്റ്റ്. അപ്പൊ കഴിഞ്ഞ തവണ ഏകദേശം 1.5 വർഷം കൊണ്ട് കംപ്ലീറ്റ് ആൾക്കാർ മെയിൻ ലിസ്റ്റിലെ കംപ്ലീറ്റ് ആൾക്കാർക്കും അഡ്വൈസ് പോയ ലിസ്റ്റാണ്. അപ്പൊ അതിന്റെ കാരണം എന്താണ്, ഈ ലിസ്റ്റിൽ വരുന്ന ആൾക്കാർ തന്നെയായിരിക്കും ഇവിടെ വരുന്നത്. മിക്കവരും കഴിഞ്ഞ തവണ റിപ്പീറ്റ് ചെയ്ത് അതുപോലെ തന്നെ ആ ഒരു സംഭവം തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇവരെ തന്നെയായിരിക്കും ഇനി വരാൻ പോകുന്ന LD ലിസ്റ്റുകളിൽ, അതുപോലെ സെക്രട്ടറി അസിസ്റ്റന്റ് ലിസ്റ്റുകളിലൊക്കെ ഉള്ളത്. അപ്പൊ അവർക്ക് ആ ജോലി കിട്ടുമ്പോൾ എന്ത് ചെയ്യും, ഈ ജോലി ഒഴിവാക്കിയിട്ട് അവിടത്തേക്ക് പോകും. അപ്പൊ ഇവിടെ വീണ്ടും എന്ത് ചെയ്യും, വേക്കൻസി വരും, ഇത് വീണ്ടും അഡ്വൈസ് ആവും. അങ്ങനെ എന്ത് ചെയ്യും, 1.5 വർഷം കൊണ്ട് മാക്സിമം മുഴുവൻ ആളുകളെയും എടുത്ത ഒരു ലിസ്റ്റാണ്. അതുകൊണ്ട് ഈ തവണത്തെ ലിസ്റ്റിൽ നമ്മളൊരു 800 മുതൽ കഴിഞ്ഞ ഒരു 800 മുതൽ അല്ലെങ്കിൽ ഒരു 700 to 800 ആൾക്കാരെ ഒക്കെ ഉൾപ്പെടുത്താൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ അത് കൂടാനും ചാൻസ് ഉണ്ട്. കാരണം ഈ ഒരു ഞാൻ പറഞ്ഞ ഈ ഒരു NJDs കൂടുതലായിട്ട് വരുന്നത്, മീൻസ് NJDs അല്ല, ഈ ജോലി കിട്ടിയിട്ട് മാറിപ്പോകുന്നത് കൂടുതലായിട്ട് വരുന്നത് കൊണ്ട് തന്നെ എന്താണ് 700 മുതൽ 800 ആൾക്കാരുടെ ലിസ്റ്റ്, ചിലപ്പോൾ 800+ പോയിട്ട് 900 വരെയൊക്കെ ചാൻസ് ഉണ്ട്. PSC അത് മനസ്സിലാക്കിയ കാരണം നമുക്കറിയാം 1.5 വർഷം കൊണ്ട് ലിസ്റ്റ് തീർന്നു വന്നതിന്റെ അർത്ഥം എന്താണ്, ഒരുപാട് പേര് ഈ ജോലി വേണ്ടാന്ന് വെച്ച് പോയിട്ടുണ്ട്. അപ്പൊ എങ്കിലും കുറച്ച് കട്ട് ഓഫ് ആ സമയത്ത് അന്ന് താഴ്ത്തിയിരുന്നെങ്കിൽ ഒരുപാട് പേർക്കും കൂടി ജോലി ലഭിച്ചേനെ. അപ്പൊ അത്തരം ഒരു അവസ്ഥ PSC ഇത്തവണ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 900 പേര്, ഒരു 1000 താഴെ ആയിട്ടുള്ള മെയിൻ ലിസ്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു എക്സാമിനോട് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ വെറുതെ പറയുന്നില്ല, നമ്മൾ കറക്റ്റ് ആയിട്ട് കണക്ക് അനലൈസ് ചെയ്തുകൊണ്ട് പറയുന്നതാണ്. ഒരു 1000 താഴെയുള്ള ഒരു 800 റേഞ്ചിലുള്ള 800-850 റേഞ്ചിലുള്ള ആൾക്കാരെയായിരിക്കും പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു റേഞ്ചിലേക്ക് ആ ലിസ്റ്റിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ എവിടെ സ്കോർ ചെയ്യണം, 70 നിങ്ങളൊരു 45 മുതൽ 50 മാർക്ക് വരെ സ്കോർ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ 30 മാർക്ക് നമ്മുടെ ഇംഗ്ലീഷ് മലയാളം മാത്സ് വളരെ ടഫാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 22 മാർക്കെങ്കിലും എന്ത് ചെയ്യാൻ സ്കോർ ചെയ്തെടുക്കണം. നമ്മുടെ ഇവിടെ 70 മുതൽ ഈ 30 ഇംഗ്ലീഷ് മലയാളം മാത്സിൽ 30 ഒരു 22 മാർക്കെങ്കിലും, ഒരു 20 to 22 മാർക്കെങ്കിലും നിങ്ങൾ ഇവിടെ സ്കോർ ചെയ്തിരിക്കണം. ഈ ഒരു റേഞ്ചിൽ സ്കോർ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ഒന്നുകിൽ ഹയർ ആയി പോയാൽ 50, 22, 72, അല്ലെങ്കിൽ 45, 22, 67. ഓക്കെ, ഈ ഒരു റേഞ്ചിലാണ് എന്ത് ചെയ്യുന്നത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഈ ഒരു പരീക്ഷ കട്ട് ഓഫ് എന്ന് പറയുന്നത്, മീൻസ് എക്സ്പെക്ട് ചെയ്യുന്ന കട്ട് ഓഫ് ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ കട്ട് ഓഫ് എന്നൊക്കെ പറഞ്ഞ 67 മുതൽ ഒരു 72 വരെ ഈ റേഞ്ചിൽ നമ്മൾ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ 67 ഇങ്ങനെ ഇത്രയും കുറയണം എന്ന രീതിയിൽ പറയാൻ കാരണം ഞാൻ കഴിഞ്ഞ തവണത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഒരു 1.5 വർഷം കൊണ്ട് ക്യാൻസൽ ആയ ലിസ്റ്റാണ്. അത് ഇത്തവണയും അതിലേക്ക് അത്രയും ആൾക്കാരുടെ അടുത്തേക്ക്, അല്ലെങ്കിൽ എന്താണ് ഇനിയും കുറച്ചും കൂടി ആൾക്കാർ കൂട്ടിയിട്ടുള്ള ലിസ്റ്റാണ് PSC ഇടാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 67-ലും താഴേക്ക് ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, 67 അങ്ങനെയല്ല, PSCയുടെ ഇപ്പോഴത്തെ നയം തന്നെയാണ് PSC തുടരുന്നതെങ്കിൽ, അതായത് കഴിഞ്ഞ തവണത്തെ എത്രയാണോ OC പോയിരിക്കുന്നത് അത്രയും ആൾക്കാരെ മാത്രം മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയാൽ മതി എന്നതാണ്. ചിലപ്പോൾ 72 കഴിഞ്ഞിട്ട് 1-2 മാർക്ക് മാത്രം അങ്ങോട്ടേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇത് നമ്മൾ ഇത് എന്തിനു പറയുന്നു എന്ന് ചോദിച്ചാൽ, നമുക്ക് എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് പേഴ്സണലായിട്ട് നമ്മുടെ വീഡിയോയുടെ കമന്റിലും അടുക്കിലും ഒക്കെ നമ്മൾ ഇതിന്റെ എക്സാം അനാലിസിന്റെ കൂടെ തന്നെ ചോദിക്കുന്നതാണ് കട്ട് ഓഫ് കാര്യങ്ങളൊക്കെ. പക്ഷെ നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും,
പറഞ്ഞിട്ടില്ലെങ്കിൽ അതിന് നമ്മളെ പറയും, മീൻസ് അത് എന്തുകൊണ്ട് പറയുന്നില്ല, ഇത് നിങ്ങൾ പറയേണ്ടതല്ലേ തുടങ്ങിയ കാര്യം. പക്ഷെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റുവോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു മാറ്റം വരികയോ ചെയ്താൽ അതിന് വേറെ കിട്ടും. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയാം, നിങ്ങൾ എവിടെയായാലും കട്ട് ഓഫ് എന്നത് ഒരാൾ പറഞ്ഞത് ഉച്ചിട്ടായിട്ട് വരാൻ പോകുന്നില്ല. പക്ഷെ PSC രംഗത്ത് നിൽക്കുന്ന ആൾക്കാർ എന്ന നിലയിൽ ഇത് അനലൈസ് ചെയ്യുമ്പോൾ ഇത് മനസ്സിലാക്കുന്ന സാർമാരോടും അവരോടും അതുപോലെ എഴുതിയ ഉദ്യോഗാർത്ഥികളോടും എല്ലാം ചോദിച്ച് നമ്മൾ ക്രോഡീകരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്. അതാണ് ഇത്രയും ലേറ്റ് ആയത് തന്നെ, ഈ വീഡിയോ ചെയ്യാൻ ഇത്രയും ലേറ്റ് ആയത് തന്നെ, അല്ലെങ്കിൽ എക്സാം കഴിഞ്ഞ് 1 മണിക്കൂറിനുള്ളിൽ തന്നെ കട്ട് ഓഫ് പ്രെഡിക്റ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാം. പക്ഷെ ഇത്രയും ലേറ്റ് ആയിട്ട് നമ്മൾ കാത്തിരിക്കുന്നത് തന്നെ ഈ ഒരു റേഞ്ച് ഓഫ് മാർക്ക് നമുക്ക് എങ്ങനെ കിട്ടുന്നു എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ്. അപ്പോൾ ഈ ഒരു റേഞ്ച് 67 മുതൽ 72 എന്ന് നമ്മൾ പറയുമ്പോൾ അതൊരു സേഫ് സോൺ ആയിട്ട് മനസ്സിലാക്കാം. അപ്പൊ 67 കട്ട് ഓഫ് വരുന്നതെങ്കിൽ 67 മാർക്കുള്ള ഉദ്യോഗാർത്ഥി പോലും എന്ത് ചെയ്യും, അവിടെ പിന്നെ കയറും, അതായത് ഈ ലിസ്റ്റിൽ ജോലി കയറും. കാരണം അങ്ങനെയാണ് നമുക്ക് കഴിഞ്ഞ വർഷത്തെ അനുഭവം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റേഞ്ച് ഓഫ് മാർക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹോപ്പ്, ഒരു പ്രതീക്ഷ നിങ്ങൾക്ക് വെക്കാം. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, PSC മനസ്സിലാക്കുകയാണ്, വിചാരിക്കുകയാണ് അത്രയൊന്നും ആവശ്യമില്ല, ഓക്കെ അത് ഒരു വർഷം കൊണ്ട് ലിസ്റ്റ് തീർന്നോട്ടെ എന്നുള്ള രീതിയിൽ തന്നെ തുടരുകയാണ്. അപ്പൊ അവർക്ക് കറക്റ്റ് ആയിട്ട് അറിയാലോ, അങ്ങനെ തുടരുക, അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ ലിസ്റ്റിലേക്ക് കുറച്ചുകൂടി ആൾക്കാരെ കുറയ്ക്കുക എന്ന ഉദ്ദേശം തന്നെയാണെങ്കിൽ എന്ത് ചെയ്യും, അത് 800, 700, 600 ഒക്കെ ആണെങ്കിൽ 67 മുകളിലേക്ക് പോകും. അതുപോലെ തന്നെ അല്ലാതെ നമ്മൾ ഇവിടെ പറയുകയാണെങ്കിൽ 72 മുകളിലോട്ട് പോകും. ഇനിയല്ല ഈ ഒരു റേഞ്ചിൽ 67 റേഞ്ചിലൊക്കെ നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, മാക്സിമം ആൾക്കാർക്ക് ജോലി ലഭിക്കാൻ പറ്റും എന്നതാണ്. പക്ഷെ എന്ന് വെച്ചിട്ട് 66 മാർക്ക് നേടിയവരോ അല്ലെങ്കിൽ എന്താണ് 65 മാർക്ക് നേടിയവരോ ഇത് എന്താ പറയുക ഞാൻ എല്ലാം നിർത്തി ജോലി കിട്ടില്ല എന്ന് വിചാരിച്ചിരിക്കേണ്ട ആവശ്യമുണ്ടോ? അതുമില്ല. ഞാൻ പറഞ്ഞത് ഇതൊരു കട്ട് ഓഫ് പ്രെഡിക്ഷൻ മാത്രമാണ്. ഈ കിട്ടിയ സാഹചര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ പറയുന്നതാണ് ഇത്രയായിരിക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു സെൻസ് മനസ്സിലാക്കാൻ വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾ എന്ത് താഴെ നിങ്ങളുടെ മാർക്ക് ഒന്ന് കമന്റ് ചെയ്യുക. മാർക്ക് കമന്റ് ചെയ്യുമ്പോൾ ഏകദേശ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഓഫ്കോഴ്സ് നമുക്ക് ലഭിക്കുന്ന ഒരുപാട് മെസ്സേജുകളാണ് ഇത് എന്തുകൊണ്ട് കുറെ പേർക്ക് ലിസ്റ്റിൽ വന്ന എല്ലാവർക്കും ജോലി ലഭിക്കുന്ന കാര്യങ്ങളൊക്കെ അത് നമുക്ക് ലഭിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, നമുക്ക് ഒരുപാട് എന്താണ് NJD അല്ല, ജോലി കയറിയ ശേഷം ഒരുപാട് പേര് എന്ത് ചെയ്യും, മാറിപ്പോകും. ഇനി വരുന്ന LD ലിസ്റ്റുകൾ വരുമ്പോൾ അതിന്റെ അഡ്വൈസുകൾ അയക്കുമ്പോഴേക്കും, സെക്രട്ടറി അസിസ്റ്റന്റ് വരുന്ന അതിന്റെ അഡ്വൈസ് അയക്കുമ്പോഴേക്കും ഈ ആൾക്കാർ മാറിപ്പോകും. അതിനാലാണ് തന്നെ വരുന്നത്. സോ എന്തായാലും ഈ പറഞ്ഞ റേഞ്ചിലുള്ളവരൊക്കെ എന്ത് ചെയ്യുക, ആശ്വസിച്ച് മീൻസ് ഒന്ന് പ്രതീക്ഷിച്ചിരിക്കുക. അതിന്റെ താഴത്തേക്കുള്ളവരും എന്താണ് പ്രതീക്ഷ കൈവിടാതിരിക്കുക. നിങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു എക്സാം വലിയ ടഫൊന്നും ആയിരുന്നില്ല. സത്യമായി പറഞ്ഞാൽ വലിയൊരു നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ വരുന്ന, എന്നാൽ ആ എക്സാം ഹാളിന്റെ പ്രഷർ നിങ്ങൾ മാനേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അടിക്കാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയായിരുന്നു. 10th ലെവൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ചാപ്റ്റേഴ്സ് ചാപ്റ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്ന കാണാം. അത് ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ചാപ്റ്റേഴ്സ് എന്ന് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇനി വരുന്ന 10th ലെവൽ എക്സാംസ്, അതായത് ASM ഉണ്ട്, 1 മാസം കഴിഞ്ഞാൽ തന്നെ ലാബ് അസിസ്റ്റന്റ് എക്സാം നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട്. സോ ആ ഡീറ്റെയിൽസും കൂടി എന്ത് ചെയ്യുക, ആ എക്സാം കൂടി നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു മുന്നേറാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എന്തായാലും ഈ ഒരു നമ്മുടെ SCRT സീരീസ് ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടു എന്നറിഞ്ഞ് വളരെ സന്തോഷം. അപ്പോൾ തീർച്ചയായിട്ടും ആ സീരീസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാം. നിങ്ങൾ അത് കാണാത്തവർ തീർച്ചയായിട്ടും കാണാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.